കുബേരൻ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവനാണ്. യക്ഷന്മാരുടെ രാജാവായ അദ്ദേഹത്തെ വൈശ്രവൺ എന്നറിയപ്പെടുന്നു. വടക്ക് ദിക്ക് സംരക്ഷിക്കുന്ന ദേവനായും കുബേരനെ കണക്കാക്കുന്നു. കുബേരൻ ആദ്യം ലങ്കയുടെ രാജാവായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ അർദ്ധ സഹോദരനായ രാവണൻ കുബേരനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ലങ്ക പിടിച്ചെടുക്കുകയും പുഷ്പക വിമാനം സ്വന്തമാക്കുകയും ചെയ്തു. പിന്നീട് ശിവന്റെ അനുഗ്രഹത്താൽ കുബേരൻ കൈലാസത്തിനടുത്ത് അളകാപുരി എന്ന നഗരം നിർമ്മിച്ച് അവിടെ താമസമാക്കി. കുബേരനെ സാധാരണയായി ഒരു തടിച്ച ശരീരത്തോടും ആഭരണങ്ങളോടും കൂടിയ ഒരു രൂപത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കയ്യിൽ ധനസഞ്ചി അല്ലെങ്കിൽ ഒരു ഗദ കാണാറുണ്ട്. ഇത് സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ്. കുബേരനെ സാധാരണയായി ഭണ്ഡാരങ്ങളുടെയും നിധികളുടെയും കാവൽക്കാരനായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പലപ്പോഴും സമ്പത്തിൻ്റെ ദേവിയായ ലക്ഷ്മി ദേവിക്കൊപ്പം ആരാധിക്കുന്നത്. സമ്പത്ത്, സാമ്പത്തിക ഭദ്രത, ബിസിനസ്സിൽ വിജയം എന്നിവ നേടുന്നതിനായി കുബേരനെ ആരാധിക്കുന്നത് സാധാരണമാണ്. ദീപാവലി, അക്ഷയതൃതീയ തുടങ്ങിയ ദിവസങ്ങളിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ലക്ഷ്മി കുബേര മന്ത്രമാണ്. അതിനു മുൻപ് അറിയേണ്ട കാര്യങ്ങൾ പറയാം. കുളിച്ച് ശുദ്ധിയുള്ള ശരീരത്തോടെയും മനസ്സോടെയും വേണം മന്ത്രം ജപിക്കാൻ. വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞിട്ട് ജപിക്കുന്നത് ഉത്തമമായി കണക്കാക്കുന്നു. കാരണം കുബേരൻ വടക്ക് ദിക്കിൻ്റെ അധിപനാണ്. തുളസിമാലയോ രുദ്രാക്ഷമാലയോ ഉപയോഗിച്ച് 108 തവണ മന്ത്രം ജപിക്കാം. ദിവസവും രാവിലെയും വൈകുന്നേരം ജപിക്കുന്നത് വളരെ നല്ലതാണ്. കുബേരൻ ശിവന്റെ കടുത്ത ഭക്തനാണ്. അതിനാൽ കുബേര മന്ത്രം ജപിക്കുന്നതിന് മുൻപ് ഓം നമഃശിവായ എന്ന് 108 തവണ ജപിക്കുന്നത് കൂടുതൽ ഫലം നൽകുന്നു വിശ്വസിക്കുന്നു. മന്ത്രമിതാ: ഓം ഹ്രീം ശ്രീം ക്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മീ മമ ഗൃഹേ ധനം പുരായ പുരായ നമഃ. അർത്ഥം ഇതാണ്: സമ്പത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ദേവതയായ ലക്ഷ്മി ദേവിയുടെയും കുബേരൻ്റെയും അനുഗ്രഹം എൻ്റെ വീട്ടിൽ ധനം നിറയ്ക്കട്ടെ. ഓം നമഃശിവായ.